ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ല, അതിൽ നമ്മൾ റഹ്മാനിയ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്തി. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ യൂട്യൂബിന് വേണ്ടി ചെയ്ത വീഡിയോ അല്ല, നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്പിൽ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തന്നാണ് എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് എന്നുള്ള ആപ്പാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് VN പറയുന്ന ആപ്പാണ്. രണ്ടും ഫ്രീ ആണ്, വാട്ടർമാർക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക്. ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് നോക്കിയത്. അത് വളരെ ഫേമസ് ആണ്, ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോ പോസ്റ്റ് ഇറക്കുന്ന മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇൻഷോട്ട്. അതേപോലെ തന്നെ VN എന്ന് പറയുന്ന ഒരു കിടുക്കാച്ച ആപ്പുണ്ട്. ഇതിനെക്കുറിച്ച് മിക്ക ആൾക്കാർക്കും വലിയ ധാരണയില്ല, പക്ഷേ കുറച്ച് പ്രൊഫഷണൽ ആൾക്കാർ വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് VN ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു സ്ക്രീൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ സ്റ്റുഡിയോ, ഡ്രാഫ്റ്റ്, സ്റ്റോറി വെച്ചാൽ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ പകുതി ചെയ്ത് വെച്ചിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ ഡ്രാഫ്റ്റിൽ കിടക്കും. പിന്നീട് നമുക്ക് രണ്ടാമതെടുത്ത് എഡിറ്റിംഗ് ഫിനിഷ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഈ റൈറ്റ് സൈഡ് മുകളിലൊരു സെറ്റിംഗ് ഉണ്ട്, അതിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് കാണാൻ പറ്റും. അപ്പോൾ സെറ്റിങ്സിനകത്ത് ഈ എക്സ്പോർട്ട് സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് വീഡിയോ എങ്ങനെ റെൻഡർ ചെയ്ത് പുറത്തിറക്കാം എന്നുള്ളതിൻ്റെ ഒരു സെറ്റിംഗ് ആണ്. റെസൊല്യൂഷൻ 1080 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്ക് 24 മുതൽ 60 വരെ ഉണ്ട്. ഞാൻ തൽക്കാലം 30 ആണ് എടുത്തേക്കുന്നത്. പിന്നെ ബിറ്റ് റേറ്റ് നമ്മൾ എത്ര കൂട്ടുന്നോ അത്രയും ക്വാളിറ്റി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റിങ്സ് വെച്ചിട്ട് നമ്മളിവിടെ താഴത്ത് സേവ് ആൻഡ് ഡോണ്ട് റിമൈൻഡ് മീ അഗെയിൻ എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് ഇടുവാണെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ഈ ഇങ്ങനെ റെൻഡറിങ് ഓപ്ഷൻ കാണിക്കില്ല. അതല്ല, നിങ്ങൾക്ക് ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓരോ റെൻഡറിങ് ഓപ്ഷൻ തനിയെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ. ഇനി അടുത്ത് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന പ്ലസ് സിമ്പിളിൽ പോവുക, ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം എടുത്താണ്. ഓക്കെ, അപ്പോൾ നമുക്കതെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഡൺ. അപ്പോൾ ഇതിൽ ഒരു ബ്ലൂ കളർ ആരോ ഉണ്ട്. ഈ ആരോ കൊടുക്കുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് വീഡിയോസും നമ്മുടെ ടൈം ലൈനിലോട്ട് വരും. പക്ഷേ നമുക്കിതിപ്പോൾ എല്ലാം വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് ഒത്തിരി സമയം എടുക്കും. ഇതിൽ നമ്മുടെ വീഡിയോ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കയറി വരുമ്പോഴേക്ക് ഇത്തിരി ടൈം എടുക്കും. ഞാൻ ജസ്റ്റ് 2-3 ക്ലിപ്പ് എടുത്ത് നിങ്ങൾക്ക് ഓരോ ടൂൾസും പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതല്ല കുറച്ചും കൂടി ബെറ്റർ. നമ്മളിത് ബ്ലൂ ആരോ എടുത്തു. ഓക്കെ, കണ്ടോ, പെട്ടെന്ന് ടൈം ലൈനിലോട്ട് വന്നു. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം എടുക്കും. നമ്മുടെ ടൈം ലൈൻ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതിനൊന്നുമില്ല, നമ്മുടെ 2 വിരൽ ഉപയോഗിച്ച് ഈ വീഡിയോൻ്റെ മുകളിൽ പോയി ഇതിങ്ങനെ വലിച്ചാൽ മതി 2 സൈഡിലോട്ട്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ആവും. ഇത് എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ ട്രിം ചെയ്ത് കളയും. അപ്പോൾ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് വെച്ചാൽ സ്പ്ലിറ്റാണ്. അപ്പോൾ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഞാനിവിടെ ഈ കത്രികയുടെ സിമ്പിൾ കണ്ടില്ലേ, സ്പ്ലിറ്റ് ചെയ്യും. അത് വളരെ എളുപ്പമാണ്. എന്നിട്ട് ഈ ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഡിലീറ്റ് ഉണ്ട്, അപ്പോൾ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കട്ടിങ്ങും ഡിലീറ്റും വളരെ എളുപ്പത്തിൽ പഠിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ടൈം ലൈനിൽ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത്? ഓക്കെ, ഇവിടെ തൊട്ട് മുകളിൽ ഒരു സ്റ്റിക്കർ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ വീഡിയോസ് നമുക്ക് ആഡ് ചെയ്യാം, വേറെ പിക്ചേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിങ്ങനെ ഇതുപോലെ ജിഫ് ഫയൽസൊക്കെ ആഡ് ചെയ്യാം. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഈ ഒരു ആരോ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. അത് വേറെ ഒന്നുമല്ല, നമുക്ക് എന്തെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ജിഫ് ഫയലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി മൂന്നാമത് ടൈറ്റിലാണ്. ടൈറ്റിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ ടൈം ലൈനിൽ നടുക്കത്തെ ഓപ്ഷൻ, മുകളിൽ നിന്ന് രണ്ടാമത്തെയും താഴെ നിന്ന് മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇത്രയും ടൈറ്റിൽ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ് ബാർ എന്നുള്ള ഈ ബ്ലൂ കളർ കാണുന്നുണ്ടോ, ഇതെടുത്ത് നോക്കാം. അപ്പോൾ ഇത് വിത്ത് ആനിമേഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വൈറ്റ് സ്പൈസി എന്ന് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം ഈ ടിക്കറ്റ് കൊടുക്കുക. ഓക്കെ, കണ്ടോ, സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. പറ്റും ഇതിൽ വീണ്ടും ഇത് രണ്ടാമത്തെ ഓപ്ഷൻ പോകണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇത് മാറ്റാം. നിങ്ങളുടെ ഏത് സ്റ്റൈലാണെന്ന് വെച്ചാൽ അതെടുക്കാം. ഈ എ ആൻഡ് സ്മോൾ ലെറ്റർ പോയി കഴിഞ്ഞാൽ ഫോണ്ടാണ്. ഇതിലൊരു ഓരോ പോരായ്മ എന്ന് വെച്ചാൽ ഫോണ്ട് സൈസ് കുറവാണിത്. ഫോണിൻ്റെ സ്റ്റൈലുകൾ വളരെ കുറവാണ്, പക്ഷേ ഉള്ള ഫോണ്ടുകൾ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പരാതിയില്ല. അപ്പോൾ നമ്മൾ ഫോൺ സെലക്ട് ചെയ്തു, ഫോണിൻ്റെ സൈസ് കൂട്ടും കുറയ്ക്കും ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കളറ് നമുക്ക് ഫോണ്ടിൻ്റെ ഏതാ വേണ്ടി വെച്ചാൽ നമുക്ക് കളേഴ്സ് എടുക്കാം. ഫോണ്ടിൻ്റെ ഒപ്പാക്സിറ്റി കുറയ്ക്കാനുള്ള ഓപ്ഷനാണിത് താഴെ കാണുന്നത്. ഓക്കെ,
അടുത്ത സ്ട്രോക്ക് വെച്ചാൽ നമ്മുടെ ഫോണ്ടിൻ്റെ ചുറ്റും എഗെയിൻ ഒരു ഔട്ടർ ബോർഡർ പോലെയാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഓൾറെഡി ഡിഫോൾട്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സൈസ് കൊടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഫോണ്ടിൻ്റെ ചുറ്റും വരുന്നത് കണ്ടോ. ഫോണ്ടിൻ്റെ ചുറ്റും ഒരു മാറ്റം വരുന്നുണ്ടോ, വൈറ്റ് സ്പേസ് എന്നുള്ളത്. അതിൽ നമുക്ക് ഒപ്പാക്സിറ്റി കുറയ്ക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മൂന്നാമത് ഷാഡോ കഴിഞ്ഞ ആപ്പിലുണ്ടായിരുന്നു, ഈ ആപ്ലിക്കേഷനിലും ഉണ്ട്. അതിൻ്റെ സൈസ്, ഒപ്പാക്സിറ്റി, കളേഴ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളറാണ്, നമുക്ക് വേണമെങ്കിൽ വേറെ ഏത് കളറാണ് നിങ്ങൾക്ക് ആവശ്യം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെയും ഒപ്പാക്സിറ്റി നമുക്കിവിടെ കുറയ്ക്കാനും കൂട്ടാനും സാധിക്കും. കണ്ടോ, കുറയ്ക്കാനും കൂട്ടാനും പറ്റും. അത് കൂടാതെ ഇതിപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ എഡ്ജ് നമുക്കൊന്ന് നല്ല നൈസായിട്ട് ഇങ്ങനെ കണ്ടോ ഒരു നല്ലൊരു ഷേപ്പായി കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും അല്ലേ. ഓക്കെ, രണ്ടാമതല്ല 1 2 3 4 അഞ്ചാമത് ഒപ്പാക്സിറ്റി. ഈ ഒപ്പാക്സിറ്റി ഓവറോൾ ഒപ്പാക്സിറ്റിയാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള മീൻസ് ആ ബാക്ക്ഗ്രൗണ്ടും ആ ടെക്സ്റ്റും ഇത് രണ്ടിൻ്റെയും കൂടിയിട്ട് ഒപ്പാക്സിറ്റിയാണ്. അത് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് പൊസിഷൻ, നമുക്കിത് എവിടെ കൊണ്ട് വെക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡിഫോൾട്ടായിട്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അലൈൻ ചെയ്യാം, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഒരു നെഗറ്റീവ് എന്താ വെച്ചാൽ നമ്മുടെ ഇൻഷോട്ടിൽ ഈ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഡ്ജ് പോയിട്ട് ഈ ഒരു ആരോ ഉണ്ടോ, ഇവിടെ ഒരു ആരോ ഉണ്ട്, ആ എഡ്ജ് പോയി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ക്ലിപ്പിൻ്റെ എഡ്ജ് വരയ്ക്ക് എൻഡ് വരയ്ക്ക് അത് കൊണ്ടുപോയി എത്തിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കംപ്ലീറ്റായിട്ട് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മളൊരു വാട്ടർമാർക്ക് കൊടുക്കുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെ ഓപ്ഷനില്ല, നമ്മളിത് ഡ്രാഗ് ചെയ്ത് തന്നെ വേണം. ഓക്കെ, രണ്ടാമത് ഇവിടെ നമുക്ക് വാട്ടർമാർക്ക് കൊടുക്കാനും പറ്റും. ഓക്കെ, കണ്ടോ, നമുക്ക് 2 ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ നമ്മുടെ ഇൻഷോട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ടുള്ള കാര്യം നമ്മുടെ മ്യൂസിക് നമ്മുടെ ടൈം ലൈനിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഓപ്ഷനാണ് മ്യൂസിക്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കിട്ടും. ഒന്ന് എഫക്ട്സ് ആണ്, അതിൽ ഒത്തിരി എഫക്ട്സ് ഇവർ തന്നെ തന്നിട്ടുണ്ട്. ഞാൻ എഫക്ട്സ് ഒന്നും കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. നമുക്ക് വീട്ടിൽ വന്നിട്ട് രണ്ടാമത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാം. അതിലൊന്നുമല്ല, അത് ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് ഡൗൺ തരും. അത് 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡിങ് സ്റ്റാർട്ടാവും. ഇപ്പോൾ നിലവിൽ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഗ്രാഫ് കാണാം, ഒരു റെഡ് കളർ വന്നിട്ട് അതിങ്ങനെ ആ വോയിസിൻ്റെ ഒരു ഗ്രാഫ് കാണാം. ഓക്കെ, നമുക്ക് ഈ സെയിം മ്യൂസിക്കിൽ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ നേരെ ഓഡിയോ ലൈബ്രറിയിലോട്ട് പോകും. അപ്പോൾ ഇതിലത്തെ മ്യൂസിക്കൊന്നും ഇടരുത്, കാരണം ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, എന്തായാലും വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ യൂട്യൂബ് പോയിട്ട് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കണ്ടോ, അത് എൻ്റെ ഇവിടെ ഒരെണ്ണമുണ്ട്, അത് ഞാൻ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്താണ്. അതെ, ഒരു മഫിൾ ടിൻസ് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്കിവിടെ പ്ലേ നോക്കാൻ പറ്റും. ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് പ്ലേ ആവും. ഓക്കെ, അത് പ്ലേ ആവുന്നുണ്ട്. ഇനി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നേരെ നമ്മുടെ ലൈനിൽ തൊട്ട് മുന്നേയുള്ള ഓപ്ഷനിലെത്തും. ഇവിടെ നമുക്ക് വോളിയത്തിൻ്റെ ഒപ്പാക്സിറ്റി കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ വോളിയം ലെവൽ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ DB ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. DB എന്ന് പറയുന്നത് വോളിയത്തിൻ്റെ മെഷർമെൻറ്റ് യൂണിറ്റാണ്. അപ്പം നമ്മൾ ഒരു എന്താ പറയുക, സെൻറ്റിമീറ്ററിലും മീറ്ററിലൊക്കെ അളക്കുന്ന പോലെ വോളിയംസ് ഓഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ അളക്കുന്നത് DB എന്ന് പറയുന്ന സംഭവത്തിലാണ്. അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് എത്ര വേണം അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സ്റ്റാർട്ടിങ് സമയത്ത് പെട്ടെന്ന് വേണോ അതോ ഫെയ്ഡ് ഇൻ ആയിട്ട് പതുക്കെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ഒരു രസത്തിൽ കയറിപ്പോകുന്നതാണ് ഫെയ്ഡ് ഇൻ. അതേപോലെ തന്നെ അതേ സെയിം ലെവലിൽ ആ വീഡിയോൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ആ വീഡിയോ എവിടെയാണ് നിങ്ങൾ ആ വീഡിയോയിൽ ഈ വോളിയം അല്ലെങ്കിൽ ഈ മ്യൂസിക് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെ ഫെയ്ഡ് ഔട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സമയം എത്തുമ്പോൾ അത് പതുക്കനെ അവിടെ ഫെയ്ഡ് ഔട്ടായിട്ട് ലൈക്ക് പയ്യെ ആ എന്താ പറയുക ആ DB ലെവൽ ഇങ്ങനെ പയ്യെ ഇറങ്ങി വരും. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഓഡിയോ വലുതായതുകൊണ്ട് നമ്മുടെ ക്ലിപ്പ് ചെറുതായതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഈ ഓഡിയോ ഫുള്ള് വേണോ അതോ നമുക്ക് ഇത്രയും മതിയോ എന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ സംഭവം നേരെ നമ്മുടെ ടൈം ലൈനിലോട്ട് കയറി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കട്ടിങ്ങും ടെക്സ്റ്റും വാട്ടർമാർക്കും ഓഡിയോ അല്ലെങ്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചു.
ഇനി നമ്മളിതിൽ ചെറിയ ചെറിയ കുറച്ച് ടൂൾസുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നോക്കാം നമ്മുടെ ഫയൽ വീഡിയോയുടെ ഫ്രെയിം സൈസ്. ഇത് ഞാൻ വെർട്ടിക്കലായിട്ട് എടുത്താണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടാൻ വേണ്ടി മാത്രമായിട്ട്. ലാൻഡ്സ്കേപ്പ് മോഡിലല്ല, പോർട്രേറ്റ് മോഡിലാണ് വീഡിയോ എടുത്തേക്കുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിൽ ഒറിജിനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒറിജിനൽ. അതിൽ പോവുകയാണെങ്കിൽ ഇപ്പം നിലവിൽ ഈ വീഡിയോയുടെ ഒറിജിനൽ ഫയലിൻ്റെ ആ ഒരു റേഷ്യോയിലാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് മാറ്റാനുള്ള ഒത്തിരി ഓപ്ഷൻസാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ കാണുന്നത് 16:9. ഇതാണ് നമ്മുടെ യൂട്യൂബ് ഓപ്ഷൻ. 4:3 ഒക്കെ എനിക്കൊന്ന് വേറെ ഓപ്ഷൻസാണ്. 1:1 നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെയാണ്. ഞാൻ എന്തായാലും ഒറിജിനൽ എടുക്കണം. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 16:9 കൊടുത്താൽ മതി. ഓക്കെ, ഇതിൽ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇൻഷോട്ടിൽ ഈവൻ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള വീഡിയോനെ നമുക്ക് 16:9 കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. ഇപ്പം നമുക്കിവിടെ എന്താ പറയുക, ക്രോപ്പിൽ പോയാലും നമുക്ക് ക്രോപ്പ് ചെയ്യാന്നല്ലാതെ ഇങ്ങനെ ക്രോപ്പ് ചെയ്യാന്നല്ലാതെ ഇത് അതിൻ്റെ അകത്ത് കണ്ടപ്പോൾ 16:9 എനിക്ക് ഇവിടെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. അതെനിക്കിതിലൊരു വലിയ ഒരു നെഗറ്റീവായിട്ട് തോന്നി. കാരണം നമ്മളിപ്പോൾ അങ്ങനെ എടുത്തു, നമുക്ക് യൂട്യൂബിൽ ഇടണം, അത് 16:9 ഇടണം എന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷനില്ല. പിന്നെ നമുക്കിവിടെ വീഡിയോ അങ്ങനെ ഫുള്ളായിട്ട് തിരിക്കാനുള്ള കറക്കി എടുക്കാനുള്ള കംപ്ലീറ്റ് ഓപ്ഷൻസൊക്കെ ഇവിടെ എന്താ പറയുക അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് ക്രോപ്പ് എന്ന് പറയുന്നതാണ്. കണ്ടോ, ഇവിടെ ക്രോപ്പിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന അതേപോലത്തെ ഒറിജിനൽ ഇവിടെ കണ്ടല്ലോ ഫ്രെയിം സൈസ്, അതേപോലത്തെ സംഭവം ഇവിടെ കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് എവിടെയാണ് ക്രോപ്പ് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. മേലെ ഒറിജിനൽ പോയി കഴിഞ്ഞാൽ അത് പറ്റില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടായിട്ട് വരുന്ന സംഭവമായിരിക്കും. നമുക്ക് സ്പീഡ് കൂട്ടാനും സ്പീഡ് കുറയ്ക്കാനും, ഇപ്പോൾ നമുക്ക് സ്ലോ മോഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് പോകുന്നത് ഈ സ്പീഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ കർവ് എന്നുള്ള ഓപ്ഷൻ, അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് സ്പീഡ് ഇങ്ങനെ അങ്ങോട്ട് കൂട്ടണോ, കണ്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു പയ്യെ അങ്ങോട്ട് സ്പീഡ് കൂടിയാൽ മതി, എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് സ്പീഡ് കൂട്ടി അതേപോലെ തന്നെ പെട്ടെന്ന് സ്പീഡ് ഇറക്കി അങ്ങനെ പയ്യെ പോകണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഗ്രാഫിലൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന റെഗുലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിൻ്റ് ബേസ് ചെയ്തിട്ട് സ്പീഡ് കൂട്ടാനും അതേപോലെ പോയിൻ്റ് ബേസ് ചെയ്തിട്ട് സ്പീഡ് കുറയ്ക്കാനും നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. അത് അഗെയിൻ നമ്മൾ ഇൻഷോട്ടിൽ കണ്ട പോലെ തന്നെ അപ്ലൈ ഓൾ എന്നുള്ള ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ ക്ലിപ്പിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫിൽറ്റേഴ്സാണ്. ഫിൽറ്റേഴ്സൊക്കെ നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോൻ്റെ ഓരോരോ എന്താ പറയുക കോൺട്രാസ്റ്റും അങ്ങനെ ഒരു പ്രീസെറ്റ് ചെയ്തിട്ടുള്ള ഓരോരോ എന്താ പറയുക കളർ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അഡ്ജസ്റ്റിലോട്ട് പോകണമെങ്കിൽ നമുക്ക് മാനുവലി ഇതിൻ്റെ ഷാർപ്നെസ് കൂട്ടാനും ഇതിൻ്റെ സാച്ചുറേഷൻ കൂട്ടാനും കുറയ്ക്കാനും ഇതെല്ലാം ഇവിടെ പറ്റും. അത് അഗെയിൻ അപ്ലൈ ഓളും അപ്ലൈ പെർ ക്ലിപ്പ് എന്നുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇതൊക്കെ ഏതാണ്ട് ഇൻഷോട്ടിൽ അതേ സെയിം സംഭവങ്ങൾ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ എഫക്ട്സ്, ഈ ട്രിമ്മിൻ്റെ തൊട്ടടുത്തുള്ള എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ നിങ്ങൾ, അതിൽ കുറച്ച് എഫക്ട്സ് ആണ്. ലൈക്ക് ഇതുണ്ടോ, ഇപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് താഴെ ഈ ഓരോ എഫക്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ക്ലിപ്പ് എടുത്തിട്ട് ഇവിടെ സൂം ഇൻ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഒരു എഫക്റ്റ് വന്നുണ്ടോ. അപ്പോൾ ആ എഫക്റ്റ് നമുക്ക് എത്ര നേരത്തേക്കാണ് അല്ലെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇവിടെ ഒരു ടൈം ലൈൻ ഉണ്ട്, അതിൽ പോയിട്ട് ഈ ഗ്രീൻ കളർ കണ്ടോ, ഈ ഗ്രീൻ മാർക്കിങ്ങിൽ ഈ ഏരോ ഡ്രാഗ് ചെയ്യുമ്പോൾ മാക്സിമം 0.9 സെക്കൻഡ് വരെ നമുക്ക് കിട്ടുള്ളൂ. ഈ 0.9 സെക്കൻഡ് വരേക്ക് ആ എഫക്റ്റ് വളരെ സ്മൂത്തായിട്ട് ഡെലിവർ ആവും. അതല്ല നമ്മൾ ചെറുതാക്കുവാണെങ്കിൽ പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള എഫക്റ്റ് വരും. അത് ചിലപ്പോൾ ഈ ക്ലിപ്പിന് ബോറായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അത് അനുസരിച്ചുള്ള ക്ലിപ്പാണെങ്കിൽ അത് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എഫക്ട്സ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് വോളിയം ഞാൻ ഓൾറെഡി കുറച്ച് വെച്ചിരിക്കുകയാണ്, കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സ്ക്രീൻ റെക്കോർഡ് നോക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടാവും. ഇതിൻ്റെ അകത്ത് നമുക്ക് വോളിയം, ഇത് ഫസ്റ്റത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിപ്പിൻ്റെ വോളിയമാണ്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തല്ലോ ആ ടൈമിൽ കിട്ടുന്ന ഓഡിയോ ക്ലിപ്പാണ്. അപ്പോൾ അതിൻ്റെ വോളിയം കൂട്ടണോ കുറയ്ക്കണോ അത് നമുക്ക് തീരുമാനിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അതിന് നമുക്കിവിടെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും, വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. രണ്ടും മ്യൂട്ടിലാണ് കിടക്കണം. അത് അഗെയിൻ അപ്ലൈ ഓൾ ആൻഡ് അപ്ലൈ പെർ ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മിക്ക ഓപ്ഷൻസും അപ്ലൈ ഓളും കാണാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പിന് വേണ്ടി മാത്രമായിട്ടുള്ള ഓപ്ഷൻസ് കാണാം. നെക്സ്റ്റ് ഓപ്ഷൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ്. ഇത് വേറെ ഒന്നുമല്ല, ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് നമ്മുടെ വീഡിയോന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ്. ഓക്കെ, അത് അഗെയിൻ അപ്ലൈ ഓൾ ആൻഡ് അപ്ലൈ പെർ ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇൻഷോട്ടിൽ പറഞ്ഞ പോലെ ഇതുപോലൊരു ക്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഓരോ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ അതെ ക്രോപ്പിന് തൊട്ട് താഴെ മിറർ എന്ന ഓപ്ഷൻ ഉണ്ട്. മിറർ കൊടുക്കുമ്പോൾ
എൻ്റെ കംപ്ലീറ്റ് വീഡിയോ 180 ഡിഗ്രിയിലോട്ട് അത് മിററായി, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് മിററായി. അപ്പോൾ ഇതൊന്നും നമ്മൾ മിറർ ചെയ്യുന്ന കാര്യം, കാരണം മിറർ ഭയങ്കര ബോറായിപ്പോവും. അപ്പോൾ ഞാനത് അൺഡു ചെയ്തു. എഗെയിൻ ഇത് ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ വെച്ചാൽ തലകീഴിനെ ആക്കാനുള്ള ഓപ്ഷനാണ് ഫ്ലിപ്പ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫ്രീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ക്ലിപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, പെട്ടെന്ന് ഈ വൈറ്റ് ഹൗസ് എത്തുമ്പോൾ എനിക്കൊന്ന് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്രീസിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഒന്ന് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സെക്കൻഡിന് അതിങ്ങനെ പോസ് ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഫ്രീസ് ആവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കിക്കൊള്ളൂ ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. കണ്ടോ, അതങ്ങനെ നിന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ക്ലിപ്പ് എടുക്കുക, എന്നിട്ട് നമുക്ക് ഇവിടെ കാണുന്ന ഓരോ ഓപ്ഷൻസും നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്താണ് ഈ സംഭവം. ഇത് റിവേഴ്സ് ഉണ്ട്, ഈ കംപ്ലീറ്റ് നമ്മുടെ ആ വീഡിയോനെ റിവേഴ്സ് ചെയ്തു. ഇങ്ങനെ ആയിരുന്നില്ല, നേരെ തിരിച്ചാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് പ്രത്യേകിച്ച് വലിയ തലവേദനയൊന്നുമില്ല. നമ്മൾ ഓരോ ഓപ്ഷൻസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത്. സൂം എന്നുള്ള ഓപ്ഷൻ, നമുക്ക് സൂം ഇൻ കൊടുക്കാം, സൂം ഔട്ട് കൊടുക്കാം, മൂവ് ലെഫ്റ്റ്, മൂവ് റൈറ്റ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് അനുസരിച്ചിട്ടുള്ള എന്താ പറയുക ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻസ് വളരെ സിമ്പിളാണ്. എന്താ പറയുക, നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനോ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ഡെവലപ്പ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ 2ൻ്റെ വ്യത്യാസം നിങ്ങൾക്കറിയും. 2 ആപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ, ഞാൻ പറയാതെ തന്നെ കുറച്ചും കൂടി വ്യത്യാസങ്ങൾ മനസ്സിലാവും ഏതാണ് ഫ്ലെക്സിബിൾ എന്നുള്ളത്. പിന്നെ ഞാൻ ഈ 2 ട്യൂട്ടോറിയൽ വീഡിയോസും 2 വീഡിയോസിന് സ്ക്രീൻ റെക്കോർഡ് മുതൽ എന്താ പറയുക എഡിറ്റിങ്ങും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മൊബൈലിൽ ചെയ്തു. ഞാൻ ലാപ്ടോപ്പ് തൊട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായുള്ളൂ നമുക്ക് എന്തുമാത്രമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റും. അഗെയിൻ ഇത് ഫ്രീ ആണ്, വാട്ടർമാർക്ക് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.